ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എ ക്യൂബ് മൈനസ് 23a മൈനസ് 40a ഈക്വൽ ടു 0. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ എ ക്യൂബ് ഇവിടെ കാണണം അല്ലെ. എ ക്യൂബ് കാണാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എ സ്ക്വയർ കാണണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ എ സ്ക്വയർ കാണുന്നത്? എ സ്ക്വയർ കാണാനായിട്ട് എ ഇൻറ്റു എ എന്ന് എഴുതും അല്ലെ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞ തന്ന മെട്രിക്സ് ആണ്. 1 2 3 3 മൈനസ് 2 1 4 2 1. ശരിയല്ലേ? 1 2 3 3 മൈനസ് 2 1 4 2 1. എ ഇൻറ്റു എ, അതാണ് എ സ്ക്വയർ. അപ്പൊ എ ഒന്നുകൂടി എഴുതാം. 1 2 3 3 മൈനസ് 2 1 4 2 1. അപ്പൊ ഇങ്ങനെ നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാലോ. എങ്ങനെയാണ് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ ഇവിടുത്തെ റോ സെലക്ട് ചെയ്യുക, ഇവിടെ കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് സം ഓഫ് പ്രോഡക്റ്റ് എടുക്കുക. അതായത് 1 into 1 1 പ്ലസ് 2 into 3 6 പ്ലസ് 3 into 4 12. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാലോ. ഈ റോയും അടുത്ത കോളം 2 minus 2 2 സം ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ 1 into 2 2 പ്ലസ് 2 into minus 2 minus 4. വളരെ ശ്രദ്ധിച്ചെഴുതണം. 3 into 2 6. ശരിയല്ലേ? 1 into 2 2 2 into minus 2 minus 4 3 into 2 6. സെയിം റോ വിത്ത് തേർഡ് കോളം 3 1 1. ഇതേപോലെ 1 into 3 3 പ്ലസ് 2 into 1 2. അതുപോലെ 3 into 1 3. ഇങ്ങനെ വരും. ഇനി ഇതേപോലെ ഇപ്പൊ വേറെ കോളം ഇല്ല. ഇനി നമ്മൾ നെക്സ്റ്റ് റോ സെലക്ട് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 3 into 1 3 പ്ലസ് മൈനസ് 2 into 3 മൈനസ് 6. ശരിയല്ലേ? 3 into 1 3 മൈനസ് 2 into 3 മൈനസ് 6 1 into 4 4. ഇതേപോലെ ഈ റോയും അടുത്ത കോളം 3 into 2 6 മൈനസ് 2 into മൈനസ് 2 4. പിന്നെ 1 into 2 2. നമ്മൾ എഴുതിയിട്ട് ചെക്ക് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 3 into 2 6 മൈനസ് 2 into മൈനസ് 2 4 1 into 2 2. ഇനി ഇതും തേർഡ് കോളം തമ്മിൽ. അപ്പൊ 3 into 3 9 മൈനസ് 2 into 1 മൈനസ് 2 1 into 1 1. നമ്മൾ ഓരോന്നും എഴുതുമ്പോഴും ചെക്ക് ചെയ്യണം ശരി തന്നെയല്ലേ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് റോ പിന്നെ ഫസ്റ്റ് കോളം റിപ്പീറ്റ് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ. 4 into 1 4. പിന്നെ 4 into 1 4 2 into 3 6. പിന്നെ 1 into 4 4. ശരി തന്നെയല്ലേ? 4 പ്ലസ് 6 പ്ലസ് 4. ഇനി 4 into 2 8. പിന്നെ 2 into മൈനസ് 2 മൈനസ് 4 1 into 2 2. ഇതും തേർഡ് കോളം 4 into 3 12 2 into 1 2 1 into 1 1. ഇപ്പൊ നമ്മൾ എഴുതിയത് ശരി തന്നെയല്ലേ നോക്കണം. 4 into 3 12 2 into 1 2 പ്ലസ് 1 into 1 1. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോ എന്ത് വരും നോക്കിയേ. അപ്പൊ നമുക്ക് എ സ്ക്വയർ കിട്ടും. എ സ്ക്വയർ എന്ത് വരും നോക്കിയേ. 1 പ്ലസ് 6 7 പ്ലസ് 12 അല്ലെ 19. ശരിയാണല്ലോ. ഇവിടെ 8 മൈനസ് 4 അല്ലെ. 8 മൈനസ് 4 4. പിന്നെ ഇവിടെ 8. ഇവിടെ 7 മൈനസ് 6 1. ഇവിടെ 12. ഇവിടെ 7 പ്ലസ് 1 8. ഇവിടെ 14. ഇവിടെ 6. ഇവിടെ 14 പ്ലസ് 1 15. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ എ ക്യൂബ് കാണാൻ പോവാണ് അല്ലെ. എ ക്യൂബ് കാണണമെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എ ആണ്. നമുക്കറിയാലോ എ സ്ക്വയർ ഇൻറ്റു എ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എ ക്യൂബ് കിട്ടുന്നത്. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു എ ചെയ്താൽ എ ക്യൂബ് കിട്ടും. ക്വസ്റ്റ്യനിൽ എ ക്യൂബ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ എത്ര? 1948. പിന്നെ 1 12 8 14 6 50. എ എന്താ? എ എന്ന് പറഞ്ഞാല് 1 2 3 3 മൈനസ് 2 1 പിന്നെ 4 2 1. ശരിയല്ലെന്ന് നോക്കിയേ. അതെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ?
ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണേ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എഴുതാം നമുക്ക്. 19 into 1 19, പിന്നെ 4 into 3 12, പിന്നെ 8 into 4 32, പിന്നെ 19 into 2 അല്ലേ 38, 4 into -2 -8, 8 into 2 60. ശരി തന്നെയല്ലേ അല്ലേ? 19 into 38. ഓക്കെ, ശരിയാണ്. ഇനി അടുത്തത് 19 into 3 എത്ര? 57. ശരി തന്നെയല്ലേ? 19 into 3 57. 4 into 1 4, 1 into 8 8. അടുത്തത് ഈ റോയും അടുത്ത കോളം തമ്മിൽ ഫസ്റ്റ് കോളം 1 into 1 1 പ്ലസ്, പിന്നെ ഇതാണ് 12 into 3 36, പിന്നെ 8 into 4 32, പിന്നെ എന്ത് വരും? 1 into 2 2, 12 into -2 -24, 8 into 2 16. ശരി തന്നെയല്ലേ നോക്കണേ? 1 into 2 -24 plus 16. അടുത്തത് 1 into 3 3, then 1 into 3 plus 12 into 1 12 plus 8 into 1 8. ഇതേപോലെ ലാസ്റ്റ് റോയും ഫസ്റ്റ് കോളം 14 into 1 14 പ്ലസ്, പിന്നെന്താണ് 6 into 3 18 പ്ലസ് 15 into 4 60 അല്ലേ? 60 ആണ്. ഇനി 14 into 2 എത്ര? 28. 6 into -2 -12, പിന്നെ 15 into ശരി തന്നെയല്ലേ? 14 into 28 -12 പ്ലസ് 15 into 2 30. പിന്നെ അടുത്തത് 14 into 3 എത്ര? 42. പിന്നെ 14 into 3 42, 1 into 6 6, 15 into 1 50. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19 plus 12 എത്രയത്? 31. ശരി തന്നെയല്ലേ? 31. 31 plus 32 എത്ര? 31 plus 32 എത്ര? 63. ഇവിടെ 30 plus 16 അല്ലേ? 30 plus 16 എത്ര? 46. ഇവിടെ 57 plus 4 എത്ര? 61. 61 plus 8 69. ഇവിടെ 37 plus 32 എത്ര? 69. ശരിയല്ലേ? നോക്കിയോ 37 plus 32. ഇവിടെ 18 minus 24, 18 minus 24 എത്ര? -6. ഇവിടെ 15 അല്ലേ? 15 plus 8 എത്ര? 23. ഇവിടെ 32 plus 60 ശരിയല്ലേ? 32 plus 60 എത്ര? 92. ഇവിടെ 16 plus 30, 16 plus 30 എത്ര? 46. ഇവിടെ 42 plus 6 48 plus 15 എത്ര? 48 plus 15 എത്രയാണ്? 63 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a ക്യൂബും കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിയേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a ക്യൂബ് a ക്യൂബ് -23a -40i ആണ് അല്ലേ? അപ്പൊ a ക്യൂബ് കാണാൻ പോവാണ്. a ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇനി. അപ്പൊ a ക്യൂബ് -23a, a ക്യൂബ് -23a. പിന്നെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പിന്നെന്താണ് അടുത്ത ടേം? a ക്യൂബ് -23a -40i അല്ലേ? -40i. അപ്പൊ a ക്യൂബ് എത്ര കിട്ടിയത്? a ക്യൂബ് ആണ് കിട്ടിയിരിക്കുന്നത് 63, 46, 69, 69 -6 23, 92, 46, 63 -23 into a. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? a എന്താ നോക്കിയേ. a എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. 1 2 3 അല്ലേ? 1 2 3 3 -2 1 4 2 1 -40i. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണെന്ന് അറിയാലോ? 1 0 0 0 1 0 0 0 1. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് സാധാരണ ചെയ്യണ പോലെ കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് പോവാം. 63 -23 ഉള്ളിലോട്ട് എടുക്കുമ്പോ 63 -23 അല്ലേ?
അപ്പൊ 40 കിട്ടും. ഇവിടെ 40 മൈനസ് 40 വരും അല്ലെ, ഇത് ഉള്ളിലോട്ട് എടുക്കാം. അങ്ങനെ ചെയ്തു പോയാൽ മതി, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ 63 മൈനസ് 23 40, 40 മൈനസ് 40 0, അങ്ങനെ ഓരോന്ന്. 46 മൈനസ് 46 0, 0 പ്ലസ് 0 0. അങ്ങനെ ഓരോ എലമെന്റ് തമ്മിൽ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് 0 0 0 എല്ലാം 0 കിട്ടും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ.